മൂന്നാമത്തത്, അവരെ നോക്കുന്നത് എപ്പോഴും വളരെ ആദരവോടെ, തഅ്ളീമോടെ, ബഹുമാനത്തോടെ ആയിരിക്കണം. കരുണയോടെ മാതാപിതാക്കളിലേക്ക് നോക്കിയാൽ ഹജ്ജ് ഉംറ ചെയ്ത കൂലിയ. വീട്ടിൽ തന്നെ സംവിധാനം സ്വർഗം വാങ്ങാൻ അള്ള വെച്ചേക്കണത്. ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, എനിക്കൊക്കെ പരിചയമുള്ള കുറേ കുട്ടികളുണ്ട്. കുറച്ച് കുരുത്തക്കിടക്ക് അവരുടെ ജീവിതത്തിലെ പുതിയ ട്രെൻഡിനനുസരിച്ച് മുടിയിലും ഡ്രസ്സിലൊക്കെ ഉണ്ടാകും. എന്നാലും അവർക്ക് ജീവൻ്റെ ജീവനാ ഉമ്മ എന്ന് പറഞ്ഞാൽ. എത്ര കൂട്ടുകാർ എന്ത് പിക്നിക്ക്, എന്ത് ബീച്ച്, എന്ത് ഫുഡ് അടിക്കൽ എന്ന് പറഞ്ഞാലും ഉമ്മാൻ്റെ മിസ് കോൾ ഉണ്ടല്ലോ. ഉമ്മ എന്തിനാ വിളിച്ചേ? ഞാൻ വരാമോ, ഞാൻ വരാം. ഒന്നും തിരക്കിലൊന്നുമില്ല. ഞാൻ എന്ത് ഉമ്മ വിളിക്കണ്ട, എന്ത് ഉമ്മ വിളിക്കുന്നുണ്ട്. ട്രെയിൻ ഫ്ലൈറ്റ് ഇവിടെ ഒരു വർത്താനില്ല, ഉമ്മ വിളിക്കുന്നുണ്ട്. അതിൻ്റെ മേലെയൊന്നും ഒരു ഫ്ലൈറ്റ് പറക്കൂല, ഉമ്മ വിളിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കഴിയണം മനുഷ്യന്മാരെ. ഒരു ഉമ്മയല്ലേ നമുക്ക് ജീവിതത്തിലുള്ളൂ. ഉമ്മ പോയാൽ ഇനി ആര്? ഉമ്മ പോയാൽ കണ്ണിൻ്റെ കാഴ്ച പോയ പോലെ എന്നല്ല പറയേണ്ടത്, സൂര്യനെ അസ്തമിച്ച പോലെയാണ്. ഒരു ഇരുട്ടായിരിക്കും ജീവിതത്തിൽ. ഒന്നും ആരോടും പറയാനും കഴിയില്ല, ഒരു ടെൻഷൻ പറയാൻ കഴിയില്ല. കാരണം ബാക്കി ആരോട് നമ്മളെ ടെൻഷൻ പറഞ്ഞാലും അവരുടെ ടെൻഷൻ നമുക്ക് കേൾക്കേണ്ടി വരും. ഉമ്മാക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ ടെൻഷൻ ഉമ്മ കേട്ടാൽ, കുറേ ദിവസമായ മോനെ ഡോക്ടറെ കാണിച്ചിട്ടില്ല, എന്താ മോനെ ഇങ്ങോട്ട് വാ. അതൊരു സ്നേഹമാണ് സർ. ആ സ്നേഹലോകം വല്ലാത്ത ലോകമാണ്. മോനെ നീ കുറച്ച് ദിവസം ലീവിന് വന്നാൽ എൻ്റെ അടുത്ത് നിൽക്കണേ മോനെ എന്ന് ചെറുക്കനോട് ഉമ്മ പറഞ്ഞാൽ, ഞാൻ ലീവിന് എങ്ങനെ വരും ഉമ്മ, ടിക്കറ്റ് ഫെയർ. നീ പ്ലെയിന് വരൂല, നീ സാധാ റബീഉൽ അവ്വലിനോ റമദാനിലൊക്കെ വരത്തുണ്ടല്ല. ഓൻ വരൂല. എന്തുകൊണ്ട്? ഓൻ ഭാര്യനെ ഖത്തറിലേക്ക് കൂട്ടീന്. വരില്ലല്ലോ, വരൂല. എന്നാൽ പിന്നെ എൻ്റെ ഭാര്യ ഫൗസിയാനെങ്കിലും അയച്ചൂടെടാ. തീരെ കഴിയുന്നില്ലടാ, തീരെ ആവുന്നില്ലടാ, തീരെ കഴിയുന്നില്ല. ആരെയും പണിയെടുപ്പിക്കാനൊന്നല്ല, എന്നാലും ഒരു ചായ ഉപ്പാക്ക് ആക്കി കൊടുക്കാൻ ആരുമില്ല. അപ്പം മോൻ്റെ ഡയലോഗ്, ഓളോട് ഞാൻ പറഞ്ഞു നോക്കിന്, പക്ഷെ ഓള് പറയുന്നത് നിങ്ങില്ലാണ്ട് ഞാനെങ്ങനെ പോവാ, നമുക്ക് മിസ്സിങ് ആണ്. നമ്മളെ നാടുകൾ ഇപ്പോൾ വൃദ്ധസദനങ്ങളാണ്. ഓരോ വീടും വൃദ്ധസദനം. 5 മക്കൾ, ഓരോരുത്തരിങ്ങനെ വ്യത്യസ്ത ഗൾഫ് രാജ്യത്ത് വിത്ത് ദയർ വൈഫ്സ്, അവരുടെ ഭാര്യമാരെ ഒന്നിച്ച് ആജിക്ക് അച്ചുമിയും വൃദ്ധസദനത്തിൽ. 5 ബെഡ്റൂമുള്ള വീടൊക്കെ ആയിരിക്കും, ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും. വൃദ്ധസദനങ്ങളാണ്. ആർക്ക്? അവരവർ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എൻ്റെ ജീവിതം ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്ന ലോകത്ത് ചുരുണ്ട് കടന്നുപോയി. ഉമ്മാനെ മറന്നിട്ടൊരു ജീവിതം ഒരാൾക്കുണ്ടോ? പോയി. ഓൻ്റെ ഒരു ഇബാദത്തും അല്ലാഹു വേണ്ട.